ിലേക്ക് കാസർഗോഡ് എണ്ണപ്പാറ സ്വദേശിനിയുടെ മരണത്തിൽ അന്വേഷണം പ്രാദേശിക മാധ്യമ പ്രവർത്തകനിലേക്കും നീളുന്നു. പാണത്തൂർ സ്വദേശിയായ പ്രമുഖ വ്യവസായിയും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി സൂചന. കേസ് അന്വേഷണം മന്ദഗതിയിലാകാൻ കാരണം ഇയാളുടെ ഇടപെടലെന്നും ആരോപണമുണ്ട്. കാഞ്ഞങ്ങാട് സ്വദേശിയെ മാധ്യമ പ്രവർത്തകനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. 2019 കേസ് പിൻവലിക്കാൻ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തത് 25 ലക്ഷം രൂപയാണ്. 24 ബ്രേക്ക്. അരുൺ പാറയ്ക്കലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ DNA ടെസ്റ്റ് നടത്തി അങ്ങനെ ഒരു തെളിവ്, അത് നമ്മൾ പണ്ടൊക്കെ പറയും ഒരു ദൈവത്തിന്റെ ഒരു കരം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റൊരാൾക്കും ഇതിൽ ഒരു പങ്കുണ്ട് എന്നുള്ള വിവരം വരുന്നു. അത് 2019 ഇങ്ങനെ പൈസ വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ എന്തിന് കേസ് പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തത് എന്തിന് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്ന് തന്നെയാകും ഇയാൾക്ക് എതിരായ നടപടികൾ തുടങ്ങുക, അന്വേഷണം തുടങ്ങുക. പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട എണ്ണപ്പാറ സ്വദേശിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2010 ജൂൺ 6-നാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷം ലോക്കൽ പോലീസിൽ പരാതി നൽകുന്നു. അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം ഈ കുടുംബം പോയി പരാതി നൽകുന്നത്. കുട്ടിയുടെ അച്ഛൻ പോയി പരാതി നൽകുന്നത്. പക്ഷേ പരാതി FIR രജിസ്റ്റർ ചെയ്യാൻ പോലും മാസങ്ങളോളം പോലീസ് തയ്യാറായില്ല. അതിനുശേഷം 2011 ഈ കുട്ടിയുടെ ചേച്ചി ചെന്നൈയിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമാണ് അമ്പലത്തറ CI അന്ന് കേസിൽ FIR ഇടാൻ നിർബന്ധിതരായത്. അന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആരോപണവും സംശയവുമൊക്കെ പറയുന്നത് ഈ പാണത്തൂർ സ്വദേശിയായ പ്രമുഖ വ്യവസായിക്ക് ഈ കേസിൽ പങ്കുണ്ട്. കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഇടപെടൽ മൂലമാണ് അന്ന് ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ കേസ് FIR ഇടാൻ തയ്യാറാവാതിരുന്നത് എന്നാണിപ്പോൾ പുറത്തുവരുന്ന വിവരം. അതുമാത്രമല്ല, 2019 കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഈ കുട്ടിയുടെ വീട്ടിലെത്തുകയും ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നും ഇനി കേസുമായി മുന്നോട്ട് പോകരുതെന്നും ഈ കുടുംബത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് ഈ പറയുന്ന പത്രപ്രവർത്തകൻ ഈ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ഈ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യണമെങ്കിൽ അതിന് പുറകിൽ ആരാണ് എന്നൊരു സംശയം അന്നു തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ആ പത്രപ്രവർത്തകനിലേക്ക് കൂടി അന്വേഷണം നീണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഈ പത്രപ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തേക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അന്ന് ആ പത്രത്തിൽ, അതായത് ഈ പ്രാദേശിക പത്രത്തിലൊരു വാർത്ത കൂടി വന്നിരുന്നു. ഈ കുടുംബം ഇതിന് വഴങ്ങാതിരുന്നതോടുകൂടി ഒരു വാർത്ത വന്നത് എറണാകുളത്ത് വെച്ച് ഈ കുട്ടി കൊല്ലപ്പെട്ടുവെന്നും അതിന് പുറകിൽ ഈ ബിജു പൗലോസ് ആണെന്നും പറയുന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംശയത്തിന് നിഴലിലാണ്. അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട്. എന്തായാലും പാണത്തൂർ സ്വദേശിയായ ഈ പ്രമുഖ വ്യവസായിക്ക് ഈ കേസുമായി ബന്ധമുണ്ട്. ഈ പെൺകുട്ടിയെ അദ്ദേഹം ബലാത്സംഗം ചെയ്തിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഉടൻ തന്നെ ഈ പത്രപ്രവർത്തകനെ, കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുള്ള പത്രപ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തേക്കും. ഈ പാണത്തൂർ സ്വദേശിയായ വ്യവസായിയുടെ ബിനാമിയായാണ് ഈ പത്രപ്രവർത്തകൻ പ്രവർത്തിച്ചത്. ഇയാൾക്ക് വേണ്ടിയാണ് ഈ കുടുംബത്തെ സമീപിച്ച 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതെന്നാണ് ഇപ്പോൾ സംശയമുയരുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തതയുണ്ടാവുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. സ്മിത, പ്രവിത. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. തെളിവുകളിൽ ഉണ്ടായിരുന്നില്ല. മൃതദേഹം പുഴയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം തിരഞ്ഞപ്പോൾ അത് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അതവിടെ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. പിന്നീട് കിട്ടിയ ഒരു ചെറിയ തെളിവ്, മൃതദേഹത്തിൻ്റെ ഒരു അവശിഷ്ടത്തിൽ നിന്നുള്ള DNA പരിശോധന ഈ മാതാപിതാക്കളുടെ DNA-യുമായി ചേർന്നു. സഹോദരിയുടെയും DNA-യുടെ ഒപ്പമാണ് പരിശോധന നടത്തിയത്. അപ്പോൾ അങ്ങനെ ആ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ തെളിഞ്ഞു വരുന്നതോറും കെട്ടിപിണഞ്ഞ് കിടക്കുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണം അത് പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് യഥാർത്ഥ പ്രതികളെ പിടികൂടാനാണ്. പുറത്തു വരട്ടെ എന്തായാലും.